സാധാരണ തമിഴ്നാട്ടിലെ ശിലമ്പത്തിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ആയുധം ഉപയോഗിക്കുന്നത്. ഇതാണെങ്കിൽ മധു അല്ലെങ്കിൽ നമ്മൾ മാൻകൊമ്പ് എന്നൊക്കെയാണ് പറയുക. ഇത് ഒറിജിനൽ മാൻകൊമ്പല്ല, ഒറിജിനൽ മാൻകൊമ്പിൻ്റേതായിട്ടുള്ള ഷേപ്പിൽ ഉരുക്കിയെടുത്തതാണ്. അപ്പോൾ ഇങ്ങനത്തെ ആയുധങ്ങൾ കൂടുതലും ശിലമ്പത്തിൽ അല്ലെങ്കിൽ തമിഴ്നാടുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ആയോധന കലകളിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മുടെ കളരിയിലും ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ സാധാരണ രീതിയിൽ ഡിഫൻസായിട്ടും ഒഫൻസായിട്ടും, അതായത് പ്രതിരോധത്തിനും പ്രത്യാക്രമണത്തിനും രണ്ടിനും ഉപയോഗിക്കാം. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ സാധാരണ ഒരു അടി വരികയാണ്, തലയ്ക്ക് മുകളിൽ ഒരു അടി വരുമ്പോഴത്തേക്കും സാധാരണ നമ്മൾ ചെയ്യുന്നത് അടിച്ചോളൂ, ഈ ബ്ലോക്കാണ്. ഇതിപ്പോൾ ഞാൻ കൈ പല രീതിയിൽ പിടിക്കാം, ഇപ്പോൾ ഈ രീതിയിൽ പിടിക്കാം, ഒന്നുകൂടെ നമ്മളിപ്പോൾ കയറി ബ്ലോക്ക് ചെയ്യാം, പല രീതിയിലുള്ള ബ്ലോക്കാണ്. ഇതേ സാധനമാണെങ്കിൽ നമ്മളെക്കാളും കരുത്തുള്ള ആൾ, എന്നെക്കാളും ഇപ്പോൾ നിനക്ക് ആരോഗ്യമുണ്ട്, എന്നെക്കാളും നല്ല രീതിയിൽ നിനക്ക് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് കൈയൊക്കെ നല്ല ഇരുമ്പ് പോലെ ഇരിക്കുന്ന ആളാണ്, എൻ്റെ കൈ കൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലത്തെ ഒരു ആയുധം ഉണ്ടെങ്കിൽ ഒന്ന് പതുക്കെ സ്ലോയിൽ സിമ്പിളായിട്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാം. ഈ ബ്ലോക്ക് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് സ്ഥാനങ്ങളിലൊക്കെയാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ നല്ല രീതിയിൽ വേദനിക്കുകയും ചെയ്യും, അത് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്ന് സ്ലോയിൽ വന്നാൽ മതി. ഒന്ന് നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള പ്രയോഗത്തിനും കൂടെ ഇതുണ്ട്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു പ്രതിരോധ പ്രത്യാക്രമണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരേ സമയത്ത് ഡിഫൻസ് ഒഫൻസ് എന്ന് പറയാൻ കാരണം മറ്റൊരു രീതിയിൽ ഞാൻ ബ്ലോക്ക് ചെയ്ത് അടിച്ചോളൂ. ഇത് ഈ രീതിയിലൊന്ന് ബ്ലോക്ക് ചെയ്തിട്ട് കറക്റ്റ് നിൻ്റെ മർമ്മ പോയിൻറ്റ്സിലായിരിക്കും ഇത് വരിക. ഈ മർമ്മ പോയിൻറ്റ്സിലേക്ക് ഇത് വരുന്നത് സിമ്പിളായിട്ട് നമുക്ക് ഏൽപ്പിക്കാൻ പറ്റും. ഫീൽ ചെയ്യുന്നുണ്ടല്ലോ? ഇപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം, അടിച്ചോളൂ. 1 2 ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരേ സമയത്ത് ഇത് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതുള്ളത് കൊണ്ട് ഞാൻ അത്ര വേഗം കാണിച്ചില്ല, ഒന്ന് വേഗത്തിൽ കാണിച്ചു തരാം, ഇതില്ലാതെ കാണിച്ചു തരാം. ഇപ്പോൾ ഈ 2 കയ്യിലും ഇതുണ്ടെന്ന് കരുതുക, മാൻകൊമ്പ് ഇപ്പോൾ കയ്യിലിരിക്കുക, നീ ഒന്ന് അടിച്ചോളൂ. ഈ വേഗതയിലാണ് ഞാൻ പതുക്കെ തൊട്ട് വെച്ചതേ ഉള്ളൂ, ഒന്നുകൂടെ അടിച്ചോളൂ. ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു, ഒന്നുകൂടെ. അപ്പോൾ ഈ വേഗതയിൽ, അപ്പോൾ ഞാനിപ്പോൾ കൈകൊണ്ട് കാണിച്ച ഈ വേഗതയിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കും. നീ ഇപ്പോൾ അടിക്കണ്ട, ജസ്റ്റ് നീ വരികയാണ്, ബ്ലോക്ക് ചെയ്തിട്ട് ഇതാണ് സാധനം. ജസ്റ്റ് ഞാൻ ഒന്ന് സ്ലോയിൽ കാണിച്ചുതരാം. ഈ ഇരിക്കുന്നത് നമ്മുടെ ബോഡി ഫുൾ പ്രൊട്ടക്റ്റ് ചെയ്താണ് വരുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ അടി ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ വെച്ച് ബ്ലോക്ക് ചെയ്തത്. ഇപ്പോൾ ഇതിൻ്റെ പക്ഷേ ചിലർക്കൊരു ഡൗട്ട് തോന്നും, ഇങ്ങനെ തന്നെ അടിക്കാൻ വരുമോ, പറഞ്ഞിട്ടാണോ അടിക്കുന്നത്, കഴുത്തിലോട്ട് തന്നെ അടി വരുമോ എന്നൊരു ഡൗട്ട് തോന്നും. പക്ഷേ ഇതിൻ്റെ ബ്ലോക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ അടിവയറ് മുതൽ ഇപ്പോൾ മുകളിലോട്ട് ഏത് ഭാഗത്ത് നിൻ്റെ കൈ വന്നാലും അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇത്തരത്തിലായിരിക്കും നമ്മുടെ ബ്ലോക്ക് പോകുന്നത്. അതായത് അല്പം ഒന്ന് പിറകിലേക്ക് ചുവട് മാറുകയാണ്, ഈ രീതിയിൽ ചുവട് മാറിയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. നിൻ്റെ കൈയെ ഞാൻ ഇതുകൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നു, അല്പം ഒന്ന് വശങ്ങളിലേക്ക് ചരിയുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഉദാഹരണം ഇത്രയേ ഉള്ളൂ, വളരെ സ്പീഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എവിടെ നിന്നാണ് നീ അടിക്കുന്നത് അല്ലെങ്കിൽ ഏതാണെന്ന് ഒന്നും ഒരു മുൻകരുതലും ഇല്ലാതിരിക്കുകയാണ്. പെട്ടെന്നൊരു അടി വരുന്നു, ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടെ കാണിച്ചു തരാം, അടിച്ചോളൂ, സ്ലോയിൽ കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? ഒന്നുകൂടെ സ്ലോയിൽ കാണിച്ചു തരാം. 1 ബ്ലോക്ക്, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എല്ലാം മർമ്മസ്ഥാനങ്ങളിൽ കയറ്റാൻ പറ്റുന്നതാണ്. സ്ലോയിൽ കാണിച്ചു തരാം ഒന്നുകൂടെ. ഓക്കെ, ഇനി നീ അടിക്കണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് നല്ല കാണിച്ചു തരാം. ഇപ്പോൾ അടി വരികയാണെന്ന് കരുതുക, നീ ഇപ്പോൾ അതിനെ പെട്ടെന്ന് ആക്രമിക്കാൻ വരികയാണ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരേ സമയത്ത് ഡിഫൻസും ഒഫൻസും നമ്മളെക്കാളും ആരോഗ്യമുള്ള ആളാണെങ്കിലും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതും ഒന്നുകൂടെ നല്ല രീതിയിൽ മർമ്മഭാഗങ്ങളിലെല്ലാം തന്നെ ഏൽപ്പിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു വെപ്പണാണിത്.